Welcome all. Now we are going to discuss about the Cauchy sequence and the Cauchy criterion. Okay, what is a Cauchy sequence? A sequence of real numbers xn is said to be a Cauchy sequence if for every epsilon positive there exists a natural number h epsilon such that modulus of xn minus xm less than epsilon for every mn greater than or equal to h epsilon. അതായത് ഒരു സീക്വൻസ് കോഷി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കോഷി സീക്വൻസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഏതൊരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്കൊരു നാച്ചുറൽ നമ്പർ എച്ച് എപ്സിലോണിന് കണ്ടുപിടിക്കാൻ പറ്റണം സച്ച് ദാറ്റ് ആ എച്ച് എപ്സിലോണിന് ശേഷമുള്ള ഏത് രണ്ട് നാച്ചുറൽ നമ്പർ എം എന്നും കൺസിഡർ ചെയ്താലും അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസിലെ ടേംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് എപ്സിലോണിന് ശേഷം നമ്മൾ ഏത് രണ്ട് സീക്വൻസിലെ എലമെൻസിന് എടുത്തു കഴിഞ്ഞാലും അവർ തമ്മിലുള്ള ദൂരം ലെസ് ദാൻ എപ്സിലോൺ, അതായത് വളരെ കുറഞ്ഞ് വരണം. അതാണ് കോഷി സീക്വൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു നോട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് ലെറ്റ് എക്സ് എന്ന് പറയുന്നത് കോഷി ആണെങ്കിൽ ആൻഡ് ഇഫ് എക്സ് എം ആൻഡ് എക്സ് എൻ ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ വെൻ എം ആൻഡ് എൻ ആർ വെരി ലാർജ്. അതായത് എക്സ് എൻ കോഷി ആണെങ്കിൽ എമ്മും എന്നും ഇൻഡെക്സുകൾ നമ്മൾ വളരെ വലുതായിട്ട് ചൂസ് ചെയ്ത് കഴിയുന്ന സമയത്ത് എക്സ് എമ്മും എക്സ് എന്നും തമ്മിലുള്ള ദൂരം വളരെ കുറവായിരിക്കും. അതായത് അവർ വളരെ ക്ലോസ് ആയിട്ട് വരും. അതായത് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ആ സീക്വൻസിലെ ടേംസ് എല്ലാം വളരെ ക്ലോസ് ആയി വരികയാണെന്നുണ്ടെങ്കിൽ ആ സീക്വൻസ് നമുക്ക് കോഷിയാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് സീക്വൻസ് 1/n. അതൊരു കോഷി സീക്വൻസ് ആണ്. നമുക്കറിയാം 1/nലെ ഫസ്റ്റ് ടേം 1 ആണ്. 1ന് ശേഷം 1/2, 1/3, 1/4 അങ്ങനെ. പക്ഷേ ഒരു 100 ടേംസ് അല്ലെങ്കിൽ ഒരു 1000 ടേംസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റും വളരെ അടുത്തടുത്താണ് ആ ടേംസുകൾ വരുന്നത് അല്ലേ. അപ്പോൾ 1/n എന്ന് പറയുന്നൊരു കോഷി സീക്വൻസ് ആണ് എന്നുള്ളതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. ചൂസ് എപ്സിലോൺ പോസിറ്റീവ്. നമ്മുടെ എക്സ് എന്ന് പറയുന്നത് ഇവിടെ 1/n ആണ്. സോ നമുക്ക് വേണ്ടത് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം ലെസ് ദാൻ എപ്സിലോൺ ആകുന്ന ഒരു എച്ച് എപ്സിലോൺ എന്ന് പറയുന്നൊരു നാച്ചുറൽ നമ്പറാണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ മോഡുലസ് ഓഫ് 1/n മൈനസ് 1/m എന്ന് കിട്ടി. ട്രയാങ്കിൾ ഇനീക്വാളിറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ക്വാണ്ടിറ്റീനെ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n പ്ലസ് 1/m എന്ന് എഴുതാൻ പറ്റും. ഇനി 1/n പ്ലസ് 1/m ലെസ് ദാൻ എപ്സിലോൺ ആകുന്നത് എപ്പോൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓരോരുത്തരും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണെങ്കിൽ സമ്മും ലെസ് ദാൻ എപ്സിലോൺ ആവുമല്ലോ. അപ്പോൾ നമുക്ക് 1/n ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആൻഡ് 1/m ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇഫ് n ഗ്രേറ്റർ ദാൻ 2/epsilon ആൻഡ് m ഗ്രേറ്റർ ദാൻ 2/epsilon. അപ്പോൾ എന്നും എമ്മും 2/epsilonൻ്റെ മുകളിലാണെങ്കിൽ 1/n പ്ലസ് 1/m എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ലെസ് ദാൻ എപ്സിലോൺ ആണ്. ഓക്കെ, സോ വി ക്യാൻ ചൂസ് എച്ച് എപ്സിലോൺ ഈസ് ഈക്വൽ ടു എ നാച്ചുറൽ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2/epsilon. വി വിൽ ഗെറ്റ് modulus of xn minus xm is less than epsilon for every m n greater than or equal to h epsilon എന്ന് കിട്ടും. സോ 1/n എന്ന് പറയുന്നൊരു കോഷി സീക്വൻസ് ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ 1 പ്ലസ് മൈനസ് 1n എന്ന് പറയുന്ന സീക്വൻസ് കോഷി സീക്വൻസ് അല്ല എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ്. അതായത് സീക്വൻസിലെ ടേംസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ടേം 0 ആണ്, സെക്കൻഡ് ടേം 2, then 0, then 2, 0, 2, 0, 2, etc. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ സീക്വൻസിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും ഈവൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ 2 ആയിട്ട് പോകുന്നുണ്ടാവും. ഈവൻ പൊസിഷനിലുള്ള ആൾക്കാരൊക്കെ 2 ആണ്, ഓഡ് പൊസിഷനിലുള്ള ആൾക്കാരൊക്കെ 0 ആണ്. അപ്പോൾ ഇത് സീക്വൻസിൻ്റെ ഏതറ്റത്ത് നോക്കിയാലും ഇങ്ങനെ തന്നെയാണ് അവസ്ഥ. അതായത് വളരെ ക്ലോസ് ആയിട്ട് ഇവർ വരുന്നില്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഇവരൊരു കോഷി സീക്വൻസിൻ്റെ എക്സാമ്പിൾ അല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൂഫ് നോക്കാം. ചൂസ് ഇവിടെ നമ്മൾ എല്ലാ എപ്സിലോണിനും എച്ച് എപ്സിലോണിനും കിട്ടും എന്നാണ് കോഷി സീക്വൻസിൽ പറയുന്നത്. അപ്പോൾ കോഷി സീക്വൻസ് അല്ല എന്ന് കാണിക്കാൻ ഏതെങ്കിലും ഒരു എപ്സിലോണിന് എച്ച് എപ്സിലോണിന് കിട്ടില്ല എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എപ്സിലോൺ 1 ആയിട്ട് ചൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കോഷി സീക്വൻസ് ആണെന്ന് പറയാനായിട്ട് ഒരു എച്ച് എപ്സിലോൺ കിട്ടില്ല എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ എപ്സിലോൺ ഈക്വൽ ടു 1 എന്ന് ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഏതൊരു എച്ച് നാച്ചുറൽ നമ്പർ കൺസിഡർ ചെയ്താലും ആ എച്ചിന് ശേഷം നമുക്കൊരു ഈവൻ നമ്പറിന് കാണാൻ പറ്റും. അതിനെ n എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ n+1 കൺസിഡർ ചെയ്താൽ അത് ഓഡായിരിക്കും. അതിനെ m എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ xn മൈനസ് xmൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് xn n ഈവൻ ആയ കാരണം xm 2 ആണ്, xm m ഓഡായ കാരണം 0 ആണ്. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് 2 മൈനസ് 0 ഈക്വൽ ടു 2. ദാറ്റ് ഈസ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ. എപ്സിലോൺ 1 ആണ്, അതിനേക്കാൾ താഴെയല്ല നമുക്കിപ്പോൾ കിട്ടിയ മോഡുലസ് ഡിസ്റ്റൻസ്. ദെർഫോർ നമുക്ക് എന്ത് പറയാം, എപ്സിലോൺ ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ട് എച്ച് എപ്സിലോൺ പോസിബിൾ അല്ല. ദാറ്റ് മീൻസ്
the sequence is not a Cauchy sequence. Next we have a lemma, very important lemma. A Cauchy sequence of real numbers is bounded. Cauchy sequence എപ്പോഴും ബൗണ്ടഡ് ആയിരിക്കും. പ്രൂഫ് നോക്കാം. ആദ്യം നമ്മൾ എക്സ് എന്ന് പറയുന്നൊരു Cauchy സീക്വൻസ് എടുത്തു. നമുക്ക് ബൗണ്ടഡ് ആണെന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സ് എൻ Cauchy സീക്വൻസ് ആണെങ്കിൽ നമുക്ക് ഡെഫിനിഷൻ യൂസ് ചെയ്യാം. എപ്സിലോൺ 1 ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ എച്ച് എക്സിസ്റ്റ് ചെയ്യും. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം ലെസ് ദാൻ 1 ആണ് ഫോർ എവറി എൻ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച്. അതിൽ എമ്മിന് നമ്മൾ എച്ച് പുട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി നമുക്ക് സീക്വൻസ് ബൗണ്ടഡ് ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി മോഡ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം എം എന്ന് കിട്ടിയാൽ മതി അല്ലേ. അപ്പോൾ അതിനുവേണ്ടി മോഡ് എക്സിന് എഴുതുന്നു. അതിൽ എക്സ് എച്ച് എന്ന് പറയുന്നൊരു ടേമിനെ ആഡ് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. എന്നിട്ട് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിൽ ഇക്വേഷൻ 1 യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മോഡ് എക്സ് എൻ ലെസ് ദാൻ 1 പ്ലസ് മോഡ് എക്സ് എച്ച് എന്ന് കിട്ടും ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച്. കാരണം ഇക്വേഷൻ 1 ട്രൂ ആയിട്ടുള്ളത് ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ചിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? എച്ച് മുതലുള്ള ഇൻഡെക്സ് സീക്വൻസിലുള്ള ആൾക്കാർക്ക് എക്സ് എന്നിൻ്റെ മോഡുലസ് ഈസ് ലെസ് ദാൻ 1 പ്ലസ് മോഡ് എക്സ് എച്ച് എന്ന് പറയുന്ന നമ്പറിന് താഴെയാണ്. അങ്ങനെയാണെങ്കിൽ എച്ചിന് താഴെയുള്ള ആൾക്കാരുടെ മോഡുലസും കൂടെ കൺസിഡർ ചെയ്യുന്നു. ഈ പറഞ്ഞതിൽ ഏതാണോ വലുത് അതിന് നമ്മൾ എം ആയിട്ട് ചൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എം ഈസ് ഈക്വൽ ടു മാക്സിമം ഓഫ് മോഡ് എക്സ് 1 മോഡ് എക്സ് 2 എക്സെട്ര മോഡ് എക്സ് എച്ച് മൈനസ് 1. പിന്നെ അതിന് മുകളിലുള്ള ആൾക്കാരുടെയൊക്കെ മോഡുലസ് ആരുടെ താഴെയാണ്? 1 പ്ലസ് മോഡ് എക്സ് എച്ചിൻ്റെ താഴെയാണ്. അപ്പോൾ ഈ നമ്പേഴ്സിലെല്ലാം മാക്സിമം ആരാണോ അതിന് നമ്മൾ എം ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ക്ലിയർലി സേ ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് എൻ. ദിസ് മീൻസ് ദാറ്റ് ദ സീക്വൻസ് എക്സ് എൻ ഈസ് ബൗണ്ടഡ്. അപ്പോൾ Cauchy ആണെങ്കിൽ ബൗണ്ടഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ദ Cauchy's കൺവേർജൻസ് ക്രൈറ്റീരിയൻ. അതിൽ പറയുന്നത് എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് എ Cauchy സീക്വൻസ്. റിയൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കുക. അത് കൺവേർജൻ്റ് ആണെങ്കിൽ Cauchy ആയിരിക്കും, Cauchy ആണെങ്കിൽ കൺവേർജൻ്റ് ആയിരിക്കും. വെരി ഇമ്പോർട്ടൻറ്റ് തിയറം. ദിസ് ഈസ് കോൾഡ് Cauchy's കൺവേർജൻസ് ക്രൈറ്റീരിയൻ. അപ്പോൾ ഒരു Cauchy സീക്വൻസ് കൺവേർജൻറ്റ് ആയിരിക്കും, കൺവേർജൻറ്റ് സീക്വൻസ് എപ്പോഴും Cauchy ആയിരിക്കും. പ്രൂഫ് നോക്കാം. ആദ്യത്തേതിൽ നമ്മൾ സപ്പോസ് എക്സ് എന്ന് പറയുന്നത് ഒരു കൺവേർജൻറ്റ് സീക്വൻസ് ആണെന്ന് വിചാരിക്കുന്നു. അത് Cauchy ആണെന്ന് പറയണം. എക്സ് എൻ കൺവേർജൻറ്റ് സീക്വൻസ് ആണെങ്കിൽ അത് കൺവേർജ് ചെയ്യുന്ന ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കുമല്ലോ, അതിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നു. ലിമിറ്റ് എക്സ് ഈക്വൽ ടു എക്സ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു എപ്സിലോൺ പോസിറ്റീവ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദർ എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ കെ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഇക്വേഷൻ നമ്പർ 1. എപ്സിലോൺ ബൈ 2 നമുക്ക് പർപ്പസ്ഫുള്ളി എഴുതിയതാണ്, നമുക്ക് ആവശ്യമുണ്ട്. നൗ നമുക്ക് ഈ സീക്വൻസ് Cauchy ആണെന്ന് പറയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം ചെക്ക് ചെയ്യാണ്. അതിൽ എക്സ് എന്ന് പറയുന്ന ഈ ലിമിറ്റിനെ നമ്മൾ ആഡ് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. ട്രയാങ്കിൾ ഇനീക്വാലിറ്റി യൂസ് ചെയ്ത് മോഡുലസ് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈച്ച് ടേം ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. സോ വി ഗെറ്റ് എപ്സിലോൺ for every n m greater than or equal to k using equation 1. കാരണം ഇക്വേഷൻ 1 പറയുന്നത് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആകും മോഡൽ എപ്പോൾ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സും ഉണ്ട്, മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സും ഉണ്ട്. അപ്പോൾ അതിൽ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 രണ്ടുപേർക്കും എഴുതാം എന്നുണ്ടെങ്കിൽ എന്നും എമ്മും കെയുടെ മുകളിലായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം ലെസ് ദാൻ എപ്സിലോൺ ആണ് ഫോർ എവറി എൻ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ദിസ് മീൻസ് ദാറ്റ് ദ സീക്വൻസ് എക്സ് എൻ ഇസ് എ Cauchy സീക്വൻസ്. കോൺവേഴ്സ്ലി നമ്മൾ അസ്യൂം ചെയ്യാണ് എക്സ് എന്ന് പറയുന്നത് ഒരു Cauchy സീക്വൻസ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് എന്ന് പറയുന്നത് കൺവെർജൻ്റ് ആണെന്നാണ്. ഓക്കെ, അപ്പോൾ എക്സ് എൻ Cauchy സീക്വൻസ് ആയതുകൊണ്ട് ബൈ ദ ലെമ്മ എബവ് യു ക്യാൻ സീ ദാറ്റ് എക്സ് എൻ ഈസ് ബൗണ്ടഡ് അല്ലേ. ഇനി ബോൾസൺ-വെയർസ്ട്രാസ് തിയറം പറയുന്നത് എന്താണ്? എല്ലാ ബൗണ്ടഡ് സീക്വൻസിനും കൺവെർജൻ്റ് ആയിട്ടുള്ള സബ് സീക്വൻസ് ഉണ്ടായിരിക്കും എന്നല്ലേ. അപ്പോൾ ഈ പറഞ്ഞ എക്സ് എന്ന് പറയുന്ന ബൗണ്ടഡ് സീക്വൻസിനും ഒരു കൺവെർജൻറ്റ് സബ് സീക്വൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനെ നമ്മൾ എക്സ് എൻ കെ എന്ന് പേര് വിളിച്ചു. അത് കൺവെർജ് ചെയ്യുന്നത് എല്ലിലേക്കാണെന്ന് വിചാരിച്ചു. ഓക്കെ, അതായത് ലിമിറ്റ് എക്സ് എൻ കെ ഇസ് ഈക്വൽ ടു എൽ എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി ചൂസ് എപ്സിലോൺ പോസിറ്റീവ്. അപ്പോൾ ലിമിറ്റ് എക്സ് എൻ കെ ഈക്വൽ ടു എൽ ആയ കാരണം നമുക്ക് ഡെഫിനിഷൻ യൂസ് ചെയ്താൽ ദർ എക്സിസ് എ നാച്ചുറൽ നമ്പർ k1 such that modulus of x n k minus l is less than epsilon by 2 എന്ന് എഴുതാൻ പറ്റും for every n k greater than or equal to k1. ഓക്കെ, ഇനി നമ്മുടെ കയ്യിലുള്ള എക്സ് എന്ന് പറയുന്നത് Cauchy സീക്വൻസ് ആയതുകൊണ്ട്
ഇതേ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു നാച്ചുറൽ നമ്പർ K2 കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് xn മൈനസ് xm ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ എവറി nm ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k/2. കോഷി സീക്വൻസിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്താണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇനീക്വാലിറ്റിയും ട്രൂ ആവുന്ന ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് K1ൻ്റെയും K2ൻ്റെയും മാക്സിമം ആയിട്ട് ക്യാപിറ്റൽ H എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഇനീക്വാലിറ്റിയും ട്രൂ ആവുന്ന കാണാൻ പറ്റും ഫോർ എവറി നാച്ചുറൽ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് അല്ലേ. അതായത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എഴുതിയിട്ടുള്ളത് മോഡുലസ് ഓഫ് xnk മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയിരിക്കും ഫോർ ഓൾ nk ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ആൻഡ് മോഡുലസ് ഓഫ് xn മൈനസ് xm ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയിരിക്കും ഫോർ ഓൾ nm ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച്. ഇനി ഇക്വേഷൻ നമ്പർ 2ൽ ആദ്യത്തെ ഇനീക്വാലിറ്റിയിൽ nk എന്ന് പറയുന്നത് h ആയിട്ട് റീപ്ലേസ് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് രണ്ടാമത്തേതിൽ m ഈക്വൽ ടു h ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ പർട്ടിക്കുലർ കിട്ടുന്ന കാര്യമാണ് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് വെച്ചിട്ടുള്ളത്. അതായത് മോഡുലസ് ഓഫ് xh മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്നും ആൻഡ് മോഡുലസ് ഓഫ് xn മൈനസ് xh ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h എന്നും കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. നൗ മോഡുലസ് ഓഫ് xn മൈനസ് എൽ ഈസ് ഈക്വൽ ടു അതിൽ നമ്മൾ ഒരു ടേം xhനെ ആഡ് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു, ട്രയാങ്കിൾ ഇനീക്വാലിറ്റി വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 3 പ്രകാരം ഈ ഓരോ ടേംസും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയിട്ട് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h എന്ന് പറയാം. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് xn മൈനസ് എൽ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h. ദിസ് മീൻസ് ദാറ്റ് x എന്ന് പറയുന്ന സീക്വൻസ് L എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. L എന്ന് പറയുന്ന ഓൾറെഡി ലിമിറ്റ് ഓഫ് xnk ആയിരുന്നു. അപ്പോൾ ആ സബ് സീക്വൻസ് xnk എവിടേക്കാണോ കൺവേർജ് ചെയ്തത് അവിടേക്ക് തന്നെ നമ്മുടെ ഒറിജിനൽ സീക്വൻസും കൺവേർജ് ചെയ്തു എന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ. അതായത് നമ്മുടെ സീക്വൻസ് xn കൺവേർജൻ്റ് ആണ്. അപ്പോൾ കോഷി സീക്വൻസ് ആണെങ്കിൽ അത് കൺവേർജൻ്റ് ആയിരിക്കും, അതുപോലെ കൺവേർജൻ്റ് ആണെങ്കിൽ അത് കോഷി ആയിരിക്കും. ഇതാണ് നമ്മുടെ കോഷി കൺവേർജൻസ് ക്രൈറ്റീരിയൻ്റെ പ്രൂഫ്. താങ്ക് യു.